എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയ്ക്കായി വിശപ്പടങ്ങാത്ത 3 വേട്ടമൃഗങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കരീബിയൻ പടയ്ക്കെതിരായ 5 മത്സരങ്ങളുടെ ആവേശകരമായ 2020 പരമ്പരയുടെ രണഭേരി മുഴങ്ങിയതോടെ ലോക ക്രിക്കറ്റിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അതായത് BCCI ഒരു വൻ മാസ്റ്റർ സ്ട്രോക്ക് എറിഞ്ഞിരിക്കുകയാണ്. കുറച്ചുകാലമായി ഇന്ത്യൻ 2020 ടീമിൽ നിന്ന് അകന്നു നിന്നിരുന്ന ഏറ്റവും അപകടകാരികളും വിശപ്പടങ്ങാത്തവരുമായ 3 പ്രമുഖ താരങ്ങൾ മാസ് പുനഃപ്രവേശനം നടത്തിയിരിക്കുന്നു. ഈ 3 വൻതോക്കുകൾ തിരിച്ചെത്തിയതോടെ ഇന്ത്യൻ നിര മുൻപത്തേക്കാൾ 10 ഇരട്ടി സന്തുലിതവും ശക്തവും അജേയവുമായി മാറിയിരിക്കുന്നുവെന്ന് മാത്രമല്ല, ഇവരുടെ വരവ് കേട്ട് വെസ്റ്റ് ഇൻഡീസ് ക്യാമ്പിൽ ഇതിനോടകം തന്നെ ഭയത്തിന്റെ വേർപ്പുതുള്ളികൾ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കാനിരിക്കുന്ന ഈ പോരാട്ടത്തിന് മുന്നോടിയായി ഇരു ടീമുകളുടെയും ചരിത്രത്തിലേക്കും നേർക്കുനേർ കണക്കുകളിലേക്കും കണ്ണോടിച്ചാൽ എന്നും വെടിമരുന്ന് ചിതറുന്ന കടുത്ത പോരാട്ടങ്ങളാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. 2020 ഫോർമാറ്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതുവരെ ഇരു ടീമുകളും 31 അന്താരാഷ്ട്ര 2020 മത്സരങ്ങളിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ടീമിന് വ്യക്തമായ മേൽക്കൈ അവകാശപ്പെടാനുണ്ട്. തങ്ങളുടെ സ്ഥിരതയാർന്നതും ആക്രമണോത്സവമായ കളിശൈലിയിലൂടെ 20 മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ വിജയം കൊയ്തപ്പോൾ കരീബിയൻ വീരന്മാരും ഒട്ടും പിന്നിലായിരുന്നില്ല. തങ്ങളുടെ ഭയരഹിതമായ കടന്നാക്രമണത്തിലൂടെ 10 മത്സരങ്ങളിൽ ഇന്ത്യയെ കീഴടക്കാൻ അവർക്കായി. ബാക്കി ഒരു മത്സരം യാതൊരു ഫലവുമില്ലാതെ സമനിലയിൽ കലാശിക്കുകയായിരുന്നു. കണക്കുകളുടെ താളങ്ങളിൽ ഇന്ത്യ 20-10 എന്ന നിലയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും സ്വന്തം വ്യക്തിഗത മികവിൽ മാത്രം ഏത് മത്സരത്തിന്റെയും ഗതി തിരിച്ചുവിടാൻ ശേഷിയുള്ള അപകടകാരികളും ഭയരഹിതരുമായ കളിക്കാരാൽ സമ്പന്നമായ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിലെ ഏറ്റവും പ്രവചനാതീതമായ ടീമുകളിൽ ഒന്നാണ്. BCCI പ്രഖ്യാപിച്ച ഔദ്യോഗിക സമയക്രമമനുസരിച്ച് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഈ ചരിത്രപരമായ ഹൈ വോൾട്ടേജ് 2020 പരമ്പര ഒക്ടോബർ 6 മുതൽ ഇന്ത്യൻ മണ്ണിൽ ആരംഭിക്കുകയാണ്. പരമ്പരയിലെ ആദ്യ 2020 പോരാട്ടം ഒക്ടോബർ 6-ന് ലക്നൌവിലെ ചരിത്രപ്രസിദ്ധമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങേറും. ഏകനയിലെ പിച്ചിൽ ആദ്യ വിജയം നേടി പരമ്പരയിൽ 1-0 മുന്നിലെത്താനായിരിക്കും ഇരു ടീമുകളും കളത്തിലിറങ്ങുക. തുടർന്ന് ഒക്ടോബർ 9-ന് മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്വന്തം തട്ടകമായ റാഞ്ചിയിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ റൺ മഴ പെയ്യുന്ന രണ്ടാം വൻ പോരാട്ടം നടക്കും. മൂന്നാം 2020 മത്സരം ഒക്ടോബർ 11-ന് ഇൻഡോറിലെ ചെറിയ ബൗണ്ടറികളാൽ പ്രസിദ്ധമായ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. അവിടെ കാണികൾക്ക് സിക്സറുകളുടെ വൻ ചുഴലിക്കാറ്റ് തന്നെ ദർശിക്കാനാകും. ഒക്ടോബർ 14-ന് ഹൈദരാബാദിലെ ചരിത്രപ്രസിദ്ധമായ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 4ാം പോരാട്ടം നടക്കുമ്പോൾ ഈ ആവേശകരമായ പരമ്പരയുടെ 5ാമത്തെയും അവസാനത്തെയും നിർണായകമായ അംഗം ഒക്ടോബർ 17-ന് ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പവർ ഹിറ്റിംഗിന്റെ യഥാർത്ഥ താണ്ഡവത്തോടെ അരങ്ങേറും. ഈ വൻ പരമ്പരയ്ക്കായി BCCIയും സെലക്ടർമാരും ചേർന്ന് 15 അംഗ ഔദ്യോഗിക ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ആകർഷണം തിരിച്ചെത്തിയ ആ 3 വേട്ടമൃഗങ്ങൾ തന്നെയാണ്. സ്വിംഗിന്റെ സുൽത്താൻ ഭുവനേശ്വർ കുമാർ, ഭീകരനായ പേസർ മുഹമ്മദ് ഷമി, അതുപോലെ യുവ കൊടുങ്കാറ്റ് ഓപ്പണർ യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് ആ 3 പേർ. ഇവർ 3 പേരുടെയും തിരിച്ചുവരവോടെ ഇന്ത്യൻ ടീമിന്റെ സന്തുലിതാവസ്ഥ അവിശ്വസനീയമായ തലത്തിൽ ഉയർന്നിരിക്കുന്നു. ഒരു വശത്ത് പുതിയ പന്തിൽ ഭുവനേശ്വർ കുമാറിന്റെ ഇൻ സ്വിംഗും ഔട്ട് സ്വിംഗും വെസ്റ്റ് ഇൻഡീസ് ഓപ്പണർമാരുടെ ബോധം കെടുത്താൻ ഒരുങ്ങി നിൽക്കുമ്പോൾ, മറുവശത്ത് സീം പൊസിഷനും മാരകമായ ബൗൺസറുകളും കൊണ്ട് ഡെത്ത് ഓവറുകളിൽ വിനാശകരമായ താണ്ഡവമാടാൻ മുഹമ്മദ് ഷമിയും സജ്ജമായി കഴിഞ്ഞു. അതോടൊപ്പം യശസ്വി ജയ്സ്വാളിന്റെ വരവോടെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ 10 ഇരട്ടി സ്ഫോടനാത്മകമായി മാറിയിരിക്കുന്നു. കരീബിയൻ പവർ ഹിറ്റർമാരെയും അവരുടെ കളിശൈലിയെയും മനസ്സിൽ കണ്ടുകൊണ്ട് സെലക്ടർമാർ തയ്യാറാക്കിയ ഈ പരിചയത്തിന്റെയും യുവത്വത്തിന്റെയും അഭേദ്യമായ ഈ കൂട്ടുകെട്ട് കണ്ട് വെസ്റ്റ് ഇൻഡീസ് ഡ്രസ്സിംഗ് റൂം ഒന്നാകെ കടുത്ത സമ്മർദ്ദത്തിലായിട്ടുണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗ് ബൌളിംഗ് നിരകൾ അത്രമേൽ ശക്തമായതിനാൽ എതിരാളികൾക്ക് ഒരിടത്തും ആധിപത്യം സ്ഥാപിക്കാൻ അസാധ്യമായിരിക്കും. ഓപ്പണിംഗ് വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 15 വയസ്സുകാരൻ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി, കൊടുങ്കാറ്റ് ഇടംകയ്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മ, തിരിച്ചെത്തിയ ആക്രമണകാരി യശസ്വി ജയ്സ്വാൾ എന്നിങ്ങനെ 3 സ്ഫോടനാത്മക ബദലുകളുണ്ട്. വിക്കറ്റ് കീപ്പിംഗ് ചുമതലകൾക്കായി ആദ്യ പന്ത് മുതൽ താണ്ഡവമാടുന്ന ഇഷാൻ കിച്ചനും മൈതാനത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും 360 ഡിഗ്രി ഷോട്ടുകൾ പായിക്കാൻ മിടുക്കനായ സഞ്ജു സാംസണും എന്നിങ്ങനെ 2 മാച്ച് വിന്നർമാരെയാണ് സെലക്ടർമാർ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. മധ്യനിരയുടെ നട്ടെല്ല് ശക്തിപ്പെടുത്താൻ നായകൻ ശ്രേയസ് അയ്യർ തന്നെ മുൻപന്തിയിലുണ്ടാകും. അദ്ദേഹത്തോടൊപ്പം വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മ മധ്യനിരയിൽ പക്വതയും ആക്രമണോത്സവമായ കളിക്ക് ചുക്കാൻ പിടിക്കും. ഓൾറൗണ്ടർമാരുടെ നിരയിൽ പവർ ഹിറ്റർ ശിവം ദുബെ, ലോകത്തിലെ 1ാം നമ്പർ പേസ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ, തന്ത്രശാലിയായ ഇടംകയ്യൻ സ്പിൻ ഓൾറൗണ്ടർ അക്സർ പട്ടേൽ എന്നിങ്ങനെ 3 വൻ തോക്കുകളുണ്ട്. സ്വന്തം നിലയിൽ മത്സരത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ളവരാണിവർ. 150 കിലോമീറ്ററിലധികം വേഗത്തിൽ തീപ്പൊരി ചിതറിക്കുന്ന മയങ്ക് യാദവ്, ലോകത്തിലെ 1ാം നമ്പർ യോർക്കർ കിങ് ജസ്പ്രീത് ബുംറ, സ്വിംഗ് സുൽത്താൻ ഭുവനേശ്വർ കുമാർ, സീം മാസ്റ്റർ മുഹമ്മദ് ഷമി എന്നിവരടങ്ങുന്ന പേസ് നിര ഏതൊരു ബാറ്ററുടെയും സ്റ്റംപ് തെറിപ്പിക്കാൻ സജ്ജമാണ്. ഒപ്പം മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി തന്റെ മാന്ത്രിക ക്യാരം ബോളുകൾ കൊണ്ട് എതിരാളികളെ പവലിയനിലേക്ക് മടക്കും.
BCCI പ്രഖ്യാപിച്ച 15 അംഗ ഔദ്യോഗിക ടീമിൽ ഓപ്പണർമാരായി വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ, വിക്കറ്റ് കീപ്പർമാരായി ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ, മധ്യനിര ബാറ്റർമാരായി ശ്രേയസ് അയ്യർ, വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മ, ഓൾറൗണ്ടർമാരായി ശിവം ദുബെ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, പേസർമാരായി മയങ്ക് യാദവ്, ജസ്പ്രീത് ബുംറ, ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, പ്രമുഖ സ്പിന്നറായി വരുൺ ചക്രവർത്തി എന്നിവർ ഉൾപ്പെടുന്നു. ഇനി ഒക്ടോബർ 6-ന് ലക്നൌവിലെ ഏകന സ്റ്റേഡിയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തെറിയാൻ കളത്തിലിറങ്ങുന്ന ആ മാരകമായ പ്ലേയിംഗ് 11-നെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ ഇന്നിംഗ്സ് ആരംഭിക്കാൻ ആദ്യം ക്രീസിലിറങ്ങുന്നത് 15 വയസ്സുകാരൻ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിയാണ്. നിലവിൽ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ ഏറ്റവും വലിയ തരംഗമാണിവൻ. ഗ്രൗണ്ടിൽ കാലുകുത്തുന്ന നിമിഷം മുതൽ യാതൊരു ഭയവുമില്ലാതെ ആദ്യ പന്തിൽ തന്നെ ഗഗനചാരിയായ സിക്സറുകൾ പായിക്കുക എന്നത് ഇവന്റെ ശൈലിയാണ്. സിംബാബ്വെക്കെതിരായ സമീപത്തെ പരമ്പരയിൽ വെറും 48 പന്തിൽ 120 റൺസ് അടിച്ചുകൂട്ടിയ ചരിത്രപരമായ സെഞ്ചുറിയും 50 പന്തിൽ 81 റൺസ് അടിച്ചെടുത്ത കൊടുങ്കാറ്റും ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്ര 2020-ൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ സെഞ്ചുറിയും പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരവും നേടുന്ന സർവ്വകാല റെക്കോർഡ് കുറിച്ച വൈഭവ് ഏകനയിൽ കരീബിയൻ പേസർമാർക്കെതിരെ ആദ്യ പന്ത് മുതൽ താണ്ഡവമാടാൻ പൂർണ്ണസജ്ജനാണ്. വൈഭവിന്റെ ഒപ്പം രണ്ടാമത്തെ ഓപ്പണറായി ക്രീസിലിറങ്ങുന്നത് ഇന്ത്യൻ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വിശ്വസ്തനും ആക്രമണകാരിയുമായ അഭിഷേക് ശർമ്മയാണ്. പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകളിൽ അഭിഷേകിന്റെ കളിശൈലി ഒരു ചുഴലിക്കാറ്റിന് തുല്യമാണ്. സ്പിന്നർമാർക്കെതിരെയും പേസർമാർക്കെതിരെയും കാലുകൾ മികച്ച രീതിയിൽ ഉപയോഗിച്ച് കവേഴ്സിനും ഫൈൻ ലെഗിനും മുകളിലൂടെ പന്ത് പറത്തുന്നത് അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക് ഷോട്ടാണ്. ഇതുവരെ കളിച്ച 56 അന്താരാഷ്ട്ര 2020 മത്സരങ്ങളിൽ നിന്ന് 2 സെഞ്ചുറികളും 11 സ്ഫോടനാത്മക അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 10,627-ലധികം റൺസ് അഭിഷേക് നേടിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 180-ന് മുകളിലാണ്. ഈ ഇടംകയ്യൻ കൂട്ടുകെട്ട് പവർ പ്ലേയിൽ തന്നെ വെസ്റ്റ് ഇൻഡീസിനെ പ്രതിരോധത്തിലാക്കാൻ ശേഷിയുള്ളതാണ്. 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങുന്നത് ഇന്ത്യയുടെ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണാണ്. ക്രീസിൽ നിലയുറപ്പിച്ചാൽ മൈതാനത്തിന്റെ 4 പാടും 360 ഡിഗ്രിയിൽ ഷോട്ടുകൾ ഉതിർക്കാൻ കഴിവുള്ള ക്ലാസിക് ബാറ്ററാണ് സഞ്ജു. സ്പിന്നർമാർക്കെതിരെ ലോങ് ഓണിന് മുകളിലൂടെ 100 മീറ്റർ നീളമുള്ള സിക്സറുകൾ പായിക്കാനും പേസർമാരുടെ ബൗൺസറുകളെ എക്സ്ട്രാ കവേഴ്സിന് മുകളിലൂടെ പറത്താനും സഞ്ജുവിന് പ്രത്യേക മികവുണ്ട്. 66 2020 മത്സരങ്ങളിൽ നിന്ന് 3 ഭീകരമായ സെഞ്ചുറികളും 6 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 10,632 റൺസ് നേടിയ സഞ്ജുവിന്റെ സാന്നിധ്യം ടോപ്പ് ഓർഡറിന് വൻ കരുത്ത് പകരുന്നു. 4-ാം നമ്പറിലെ നിർണായക സ്ഥാനത്ത് ഇന്ത്യൻ നായകൻ ശ്രേയസ് അയ്യർ തന്നെ നേരിട്ടെത്തും. ശ്രേയസിന്റെ ശാന്തവും എന്നാൽ ആക്രമണോത്സവമായ ക്യാപ്റ്റൻസിയിൽ BCCI പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. മധ്യനിരയുടെ ഏറ്റവും ശക്തമായ നട്ടെല്ലാണ് ശ്രേയസ്. ടോപ്പ് ഓർഡർ തകരുമ്പോൾ ഇന്നിംഗ്സ് പടുത്തുയർത്താനും പിന്നീട് ഗിയർ മാറ്റി ബൗണ്ടറികളിലൂടെ റൺ റേറ്റ് ഉയർത്താനും ശ്രേയസിന് സാധിക്കുന്നു. 61 2020 മത്സരങ്ങളിൽ നിന്ന് 10 അർദ്ധ സെഞ്ചുറികളടക്കം 1400 റൺസ് ശ്രേയസ് സ്വന്തമാക്കിയിട്ടുണ്ട്. 5-ാം സ്ഥാനത്ത് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയെത്തു. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ഏറ്റവും പക്വതയുള്ള ഭയരഹിതനായ കളിക്കാരനാണ് തിലക്. സ്പിന്നർമാർക്കെതിരെ മുന്നോട്ടിറങ്ങി വന്ന് സ്ട്രീറ്റ് സ്ക്രീനിന് മുകളിലൂടെ പന്ത് പറത്താനും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരം വിജയിപ്പിക്കാനും തിലകിന് കഴിവുണ്ട്. 59 2020 മത്സരങ്ങളിൽ നിന്ന് 2 സെഞ്ചുറികളും 9 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 16,000 റൺസ് നേടിയ തിലക് പ്ലേയിംഗ് 11-ന് വലിയ സന്തുലിതാവസ്ഥ നൽകുന്നു. 6-ാം സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മാച്ച് വിന്നർ ഹർദിക് പാണ്ഡ്യ എത്തും. അവസാന ഓവറുകളിൽ കൂറ്റൻ ബൗണ്ടറികൾ ആവശ്യമുള്ളപ്പോൾ ഹർദിക് പാണ്ഡ്യ തന്റെ പവർ ഹിറ്റിംഗിലൂടെ എതിർ ബൌളിംഗ് നിരയെ തകർത്തെറിയും. അതോടൊപ്പം ബ്രേക്ക് ത്രൂ ആവശ്യമുള്ളപ്പോൾ 140 വേഗത്തിൽ കൃത്യമായ ലൈൻ ആൻഡ് ലെങ്തിൽ വിക്കറ്റുകൾ വീഴ്ത്താനും ഹർദിക്കിന് സാധിക്കും. 138 2020 മത്സരങ്ങളിൽ നിന്ന് 2238 റൺസും 114 വിക്കറ്റുകളും ഹർദിക് നേടിയിട്ടുണ്ട്. 7-ാം സ്ഥാനത്ത് അക്സർ പട്ടേൽ തന്റെ തന്ത്രശാലിയായ കളി പുറത്തെടുക്കും. മധ്യ ഓവറുകളിൽ കൃത്യതയാർന്ന ആം ബോളുകൾ കൊണ്ട് റൺസ് വിട്ടുകൊടുക്കാതെ LBW അല്ലെങ്കിൽ ബോൾഡായോ വിക്കറ്റുകൾ നേടാനും താഴെത്തട്ടിൽ വേഗത്തിൽ റൺസ് ഉയർത്താനും അക്സറിന് സാധിക്കുന്നു. 101 മത്സരങ്ങളിൽ നിന്ന് 750 റൺസും 100-ലധികം വിക്കറ്റുകളും അക്സറിന്റെ പേരിലുണ്ട്. 8-ാം സ്ഥാനത്ത് തിരിച്ചെത്തിയ ആദ്യ വേട്ടമൃഗമായ ഭുവനേശ്വർ കുമാർ തന്റെ മാരകമായ സ്വിംഗുമായി എത്തും. മത്സരത്തിന്റെ ആദ്യ ഓവറിൽ തന്നെ പുതിയ വെള്ളപ്പന്ത് ഇരുവശത്തേക്കും സ്വിംഗ് ചെയ്യിച്ച് എതിരാളികളുടെ സ്റ്റംപ് തെറിപ്പിക്കുന്നതാണ് ഭുവിയുടെ ശൈലി. ഒപ്പം ഡെത്ത് ഓവറുകളിൽ കൃത്യമായ യോർക്കറുകളും സ്ലോവർ നക്കിൾ ബോളുകളും എറിയാൻ ഭുവിക്കും എടുക്കുണ്ട്. 9-ാം സ്ഥാനത്ത് മുഹമ്മദ് ഷമി എത്തും. ഷമിയുടെ നിവർന്നു നിൽക്കുന്ന സീം പൊസിഷനും 150 വേഗത്തിലുള്ള ബൗൺസറുകളും എതിരാളികൾക്ക് കാലനായി മാറും. വിക്കറ്റ് ടു വിക്കറ്റ് ലൈനിൽ ആക്രമിക്കുന്ന ഷമിയുടെ തിരിച്ചുവരവ് ബൌളിംഗ് ആക്രമണത്തിന്റെ ഭയം വർദ്ധിപ്പിക്കുന്നു. 10-ാം നമ്പറിൽ ബൌളിംഗ് നിരയെ നയിക്കാൻ ജസ്പ്രീത് ബുംറ ഉണ്ടാകും. ബുംറയുടെ യോർക്കറുകളും വേഗതയിലെ മാറ്റങ്ങളും എതിരാളികളുടെ തന്ത്രങ്ങളെ തകർക്കും. ബുംറയും ഷമിയും ഭുവനേശ്വർ കുമാരും ചേരുമ്പോൾ കരീബിയൻ ബാറ്റിംഗ് നിര കീട്ടുകൊട്ടാരം പോലെ തകരും. 11-ാമനായി മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി ഉണ്ടാകും. ഏകനയിലെ സാവധാനത്തിലുള്ള പിച്ചിൽ വരുണിന്റെ കാരം ബോളുകളും മാന്ത്രിക ടേണുകളും വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാരെ വലയിലാക്കും.
ലക്നൌവിലിറങ്ങുന്ന ഇന്ത്യയുടെ അന്തിമ പ്ലേയിംഗ് 11 വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ, വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, ജാസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി എന്നിവരടങ്ങുന്നതാണ്. ഈ ശക്തമായ 15-അംഗ ടീമിനെയും പ്ലേയിംഗ് 11നെയും കാണുമ്പോൾ ഒക്ടോബർ 6-ന് ആരംഭിക്കുന്ന പരമ്പരയിൽ വെസ്റ്റ് ഇൻഡീസിനെ 5-0 വൈറ്റ് വാഷ് ചെയ്യാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ്. ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, യശസ്വി ജയ്സ്വാൾ എന്നിവരുടെ തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിനെ ലോകത്തിലെ ഏറ്റവും ശക്തരായ പടയായി മാറ്റിയിരിക്കുന്നു. ഒക്ടോബർ 6 മുതൽ ആരംഭിക്കുന്ന ഈ പരമ്പരയെക്കുറിച്ചും ഈ ടീമിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഷെയർ ഓൺ കി വാപ്സി അല്ലെങ്കിൽ ചാമ്പ്യൻ ഭാരത് എന്നെഴുതി പങ്കുവയ്ക്കുക. ഭാരതീയ ടീമിന്റെ ഈ മാസ് തിരിച്ചുവരവ് വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യാനും മറക്കരുത്.